عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وآل سيدنا محمد. أما بعد، قال الله تعالى في قرآنه المجيد: إنما يخشى الله من عباده العلماء. صدق الله مولانا العليم. ആദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ വന്യരായ മുഹമ്മദ് അലി ബാക്കവി തങ്ങളവറുകളെ, അതുപോലെ ധാരാളം സാദാത്തുക്കൾ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സ്വാഗതം ആശംസിച്ച അബ്ദുറഹ്മാൻ ബാക്കവി, അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആദരണീയരായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, തവ്വലല്ലാഹു അൻഹു വഅദല്ല ബിനാ ബിളില്ലിഹി യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഇവിടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഈ സംഗമത്തിൽ സംബന്ധിക്കാറുണ്ട്. എന്നെ ഇതിന് പ്രത്യേകമായി നിങ്ങൾ ക്ഷണിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഞാനിപ്പോൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ ഫരീദ് മുസ്ലിയാർ എന്ന ആ പേരുണ്ടല്ലോ, ആ പേര് തന്നെ വലിയ ആശയങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. ഫരീദ്, പല പണ്ഡിതന്മാരുടെ വിശേഷണങ്ങളിലും ഫരീദ് സമാനി എന്ന് കാണാം. ധാരാളം പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ചുകൊണ്ട് ഫരീദു സമാൻ എന്ന് വിശേഷിപ്പിച്ചത് കാണാം. അക്കാലത്തെ പണ്ഡിത നിരകളിൽ മുദ്ര പതിപ്പിച്ച ഏക വ്യക്തി എന്നതുപോലെ തന്നെ ആ പേരും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഈ കാണുന്ന മഹത്തായ സദസ്സും ഒക്കെ കാണുമ്പോൾ അത് വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന: റബ്ബനാ വബ്അഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സന്തതികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നിർവഹിച്ചു. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചു: റബ്ബനാ വബ്അഥ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അവർക്ക് നീ നിശ്ചയിച്ചയക്കണം അല്ലാഹുവേ. ആ റസൂലിൻ്റെ നിലപാട് യത്ലു അലൈഹിം ആയാതിക, യത്ലു അലൈഹിം, അവരുടെ മേലിൽ ആ റസൂൽ ഓതിക്കേൾപ്പിച്ചു കൊടുക്കും നിൻ്റെ പരിശുദ്ധ ആയത്തുകളെ, ഖുർആൻ വാക്യങ്ങളെ. കാരണം ആ ഖുർആൻ അതിൻ്റെ പദങ്ങൾക്കും ലഫ്ലുകൾക്കും ഒരു വ്യത്യാസവും കൂടാതെ അത് ഇവിടെ നിലനിൽക്കണം. അതിന് പാരായണം ആവശ്യമാണ്. നിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർക്ക് ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ മാത്രമല്ല, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, തഅലീമും വേണം. ഹിക്മത്തിനെയും കിതാബിനെയും അവർക്ക് തഅലീമ് ചെയ്യണം,
പഠിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു റസൂൽ മാത്രമല്ല, വയുസക്കീഹിം, നാലാമത്തെ വിശേഷണം, അവരെ തസ്കിയത്ത് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണം. ഖുർആനിൻ്റെ പ്രയോഗം തസ്കിയത്ത് എന്നാണ്. തസ്കിയത്ത് എന്നാണ് ഖുർആനിൻ്റെ പ്രയോഗം. എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെ. അല്ലാഹു തആല പഠിപ്പിച്ചത് തസ്കിയത്ത് ചെയ്യുന്ന പ്രവാചകനെ നിയോഗിക്കണം എന്നാണ്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്നാണ്. അപ്പോൾ തസ്കിയത്ത് എന്നാണ് ഖുർആനിൻ്റെ പ്രയോഗം. ഈ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പരിപൂർണമായും സംസ്കരിച്ചെടുക്കണം. എല്ലാ മേഖലയിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തസ്കിയത്ത്, ആ തസ്കിയത്തുണ്ടാക്കി തീർക്കണം. തക്മീൽ എന്നാണ് തസ്കിയത്തിനെ വിശേഷിപ്പിക്കുന്നത്. തക്മീലുൻ നഫ്സ്, ശരീരത്തെ പരിപൂർണമാക്കി തീർക്കുക. ബിഹസ്ബിൽ ഖുവ്വത്തിൽ അമലിയ, അമലിയായ ആ ഖുവ്വത്ത്, ആ ഖുവ്വത്തിൻ്റെ നിലയനുസരിച്ചുകൊണ്ട് ശരീരത്തെ പൂർണ്ണമായും പരിപൂർണതയിലേക്ക് എത്തിക്കുക. അതാണ് തസ്കിയത്ത്. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ നിലപാടും അനുസരിച്ചുകൊണ്ട് ഈ ശരീരത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള തസ്കിയത്ത്, ആ തസ്കിയത്ത് നിർവഹിക്കാൻ അല്ലാഹു നിയോഗിച്ചത് അവൻ്റെ പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകനെ നീ നിയോഗിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. നേരത്തെ തന്നെ പ്രാർത്ഥന, 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ പ്രാർത്ഥന നിർവഹിച്ചത്. ആ പ്രാർത്ഥനയുടെ മഹത്വവും അതിൻ്റെ പാരമ്പര്യവും അനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ദുർരിയത്തിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ആ ദുർരിയത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത ഒരു പ്രവാചകനുണ്ടായിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആ പ്രവാചകനായി അല്ലാഹു നിയോഗിച്ചു. ആ പ്രവാചക ശൃംഖലയിലെ ആ മഹത്തായ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നത് ഉലമാക്കളാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇന്നമാ ഹസ്റാക്കിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ഇന്നമയിട്ട് ഹസ്റാക്കിക്കൊണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്. ഉലമാക്കൾ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. അവർക്ക് അള്ളാഹു പറഞ്ഞു, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം സ്വർഗമാണ്. ആ സ്വർഗം ദാലിക ലിമൻ ഖശിയ റബ്ബ, അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണെന്ന് അള്ളാഹു നേരത്തെ പഠിപ്പിച്ചു. ആ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ് സ്വർഗം. അപ്പോൾ ഈ ഖുർആൻ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സ്വർഗത്തിൻ്റെ അവകാശികൾ പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് വരും. സ്വർഗത്തിൻ്റെ അവകാശികൾ പണ്ഡിതന്മാർ മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ അവരുടെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചതാണ്. സ്വർഗത്തിൻ്റെ അവകാശികൾ പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് ഈ ഖുർആൻ വാക്യം കൊണ്ട് അല്ലാഹു തആല പഠിപ്പിക്കുന്നു എന്ന്. കാരണം അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ് എന്ന് ഇന്നമ കൊണ്ട് ഹസ്റാക്കി പറഞ്ഞു. അവർക്കുള്ള പ്രതിഫലം സ്വർഗമാണെന്ന് പറഞ്ഞു. ആ സ്വർഗം ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് എന്ന്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരാ? പണ്ഡിതന്മാർ മാത്രമാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശികളാരാ? അത് പണ്ഡിതന്മാർ മാത്രമാണ്. ഇത് ഞാൻ പറയുമ്പോൾ പണ്ഡിതന്മാരല്ലാത്തവരൊന്നും വിഷമിക്കേണ്ടതില്ല. ഇത് ഖുർആനിൻ്റെ ഒരു തഫ്സീറാണ്. ഈ ആയത്തിൻ്റെ ഒരു തഫ്സീറാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ നൽകിയ ഒരു വ്യാഖ്യാനമാണ്, ഒരു വിശദീകരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൽമിൻ്റെ മഹത്വം അല്ലാഹു തആല ഇവിടെ നമ്മെ പഠിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പ് നടത്തിയതിൻ്റെ ഹിക്മത്ത് എന്താണ്? മലായിക്കത്ത് ചോദിച്ചു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. അവർ ചോദിച്ചു, വയുസ്ഫിക്കു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അല്ലാഹുവേ, എന്തിനാണ് നിന്റെ ഒരു ഖലീഫയായി നീ മനുഷ്യ വിഭാഗത്ത് ആദമിനെ ഇവിടെ പടക്കുന്നത്? എന്തിനാ? ഞങ്ങൾ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നവരായി ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയാണ്. പിന്നെന്തിനാണ് ഈ ഭൂമിയിൽ ഫസാദും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ഈ മനുഷ്യവർഗത്തെ എന്തിന് പടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അതിന് മൊത്തത്തിൽ ഒരു മറുപടി പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ഇത് അള്ളാഹു പഠിപ്പിച്ചു. കാരണം അവരുടെ കൂട്ടത്തിൽ അമ്പിയാക്കൾ ഉണ്ടാകും, അവരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാകും, മുർസലീങ്ങൾ ഉണ്ടാകും. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എന്നിട്ട് അല്ലാഹു തആല വിശദീകരിച്ചുകൊണ്ടൊരു മറുപടി നൽകി. വിശദീകരിച്ചുകൊണ്ട് നൽകിയ മറുപടി എന്താ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു തആല പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമ്, അറിവ് നൽകി. വഅല്ലമ ആദമ, ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു അൽ അസ്മാഅ കുല്ലഹാ. ഇവിടെയുള്ള മുസമ്മയാത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ആദം നബിക്ക് പഠിപ്പിച്ചു. ഇവിടെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് അറിവ് നൽകി എന്ന ഇൽമിന്റെ മഹത്വമാണ് പ്രധാനമായി ഇവിടെ അല്ലാഹു ഉദ്ധരിച്ചത്. ആദം നബിയുടെ മഹത്വം വിവരിച്ചുകൊണ്ട്, ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലുള്ള രഹസ്യം വിവരിച്ചുകൊണ്ട്, മഹത്വം വിവരിച്ചുകൊണ്ട് ഇവിടെ അല്ലാഹു പറഞ്ഞത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ അറിവുകളെയും നമ്മൾ നൽകി എന്ന. ഇൽമല്ലാത്ത മറ്റെന്തെങ്കിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരുന്നു പറയേണ്ടത്. അതായിരുന്നുവല്ലോ പറയേണ്ടത്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിൻ്റെ ഹിക്മത്ത് വിവരിച്ചുകൊണ്ടുള്ള പറഞ്ഞത് ആദം നബിക്ക് നമ്മൾ ഇൽമിനെ പഠിപ്പിച്ചു എന്നാണ്. ഇൽമല്ലാത്ത മറ്റു വല്ലതും അഷ്റഫായിട്ട് മഹത്വമുള്ളതായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇൽമിനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം. വന്ധ്യരായ നമ്മുടെ റഈസുൽ മുദരിസ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഫ്രി സയ്യിദ് മുത്തു ജിഫി മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ വിശദമായ ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു. അപ്പോൾ വിജ്ഞാനത്തിനാണ് മഹത്വം. ഈ ഖുർആൻ വാക്യത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് വഹയി നൽകി. നബിയെ, തങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിന് ലം യബ്ക മിൻ ഉംരിഹി ഇല്ലാ സഅ. അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്തിൽ നിന്ന് ഇനി 1 മണിക്കൂർ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്ന് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു, വഹയി അറിയിച്ചു. ഒരു അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്തായിരുന്നു അത്. ആ സന്ദർഭത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയോടത് പഠിപ്പിച്ചു. ഈ വ്യക്തിയോട് പറഞ്ഞു, വന്യരായ ശൈഖുന MT ഉസ്താദ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സലാം, ദീർഘായുസ്സും ദൈവാരോഗ്യവും ഈ ഉമ്മത്തിന് ധാരാളം കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വ്യക്തിയോട് അത് പറഞ്ഞു. നിങ്ങളുടെ ആയുഷ്കാലത്തിൽ നിന്ന് ഇനി 1 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫൽതറബർറജുലു, അയാൾ പേടിച്ചു വിറച്ചുപോയി. കാരണം ആകെ 1 മണിക്കൂർ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെന്താ, മരണമാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങൾ പറഞ്ഞു തരണം, എനിക്ക് ഈ അവശേഷിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരമൽ ചെയ്തുകൊണ്ട് മരിക്കണം.
അതിന് അനുയോജ്യമായ ഒരമൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തരണം. ദുല്ലനി അല അമലിൻ, എനിക്കൊരമൽ പറഞ്ഞു തരണം, എൻ്റെ ഈ സമയത്തോട് യോജിച്ചൊരമൽ, അത് ചെയ്തുകൊണ്ട് എനിക്കണം മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഇഷ്തഗിൽ ബിത്തഅല്ലും എന്നാണ്. നീ തഅല്ലും കൊണ്ട് ശൂലാകണം, പഠിക്കണം, അതാണ് ചെയ്യേണ്ടത്. തഅല്ലും നടത്തണം, പഠിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇവിടെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, ഇൽമല്ലാത്ത മറ്റു വല്ലതും മഹത്വമുള്ളതായുണ്ടെങ്കിൽ അതായിരുന്നുവല്ലോ റസൂലുള്ളാഹി കൽപ്പിക്കേണ്ടത്, അതായിരുന്നുവല്ലോ റസൂലുള്ളാഹി പറയേണ്ടത്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ ഇൽമു കൊണ്ട് ശൂലാക്കണം, പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് അവരുടെ മിൻഹാജിൻ്റെ ആമുഖത്തിൽ ഫഇന്നൽ ഇസ്തിഗാല ബിൽഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വഔലാ മാ ഉൻഫിക ഫീഹി നഫായിസുൽ ഔഖാത്ത്. മിൻഹാജിൻ്റെ ആമുഖത്തിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഫഇന്നൽ ഇസ്തിഗാല ബിൽഇൽമി, ഇൽമു കൊണ്ട് ശൂലാവുക എന്ന് പറയുന്നത് മിൻ അഫ്ളലി ത്വാഅത്ത്, അല്ലാഹു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ താഴ്ത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമു കൊണ്ട് ശൂലാകല. വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, സമയം വളരെ വിലപ്പെട്ടതാ, നമ്മുടെ ഒക്കെ സമയം വിലപ്പെട്ടതാ. കാരണം നമ്മുടെ സമയത്തിൽ നിന്ന് അതിങ്ങനെ കുറഞ്ഞു പോകുക. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ധാരാളം തസ്നീഫുകൾ നടത്തിയ വലിയ ഒരു പണ്ഡിതൻ, ഇവിടുത്തെ എല്ലാ വിജ്ഞാന ശാഖകളിലും അഗാധ പാണ്ഡിത്യം നേടി എല്ലാ ഫന്നുകളിലും ഗ്രന്ഥം രചിച്ചു. ബഹുമാനപ്പെട്ട ഒരു അവസാനം ലം യബ്ക മിനൽ ഉംരി ഇല്ലൽ ഖലീൽ അർറഹീൽ അർറഹീൽ ലം യബ്ക മിനൽ ഉംരി ഇല്ലൽ ഖലീൽ. യാത്രക്കൊരുങ്ങണം. അർറഹീൽ അർറഹീൽ, യാത്ര. എവിടുന്ന്? ഈ ദാറിന്ന് മറ്റൊരു ദാറിലേക്ക്, ഒരു സ്ഥലത്തേക്ക് പോകണം. ലം യബ്ക മിനൽ ഉംരി ഇല്ലൽ ഖലീൽ, ഇനി കുറഞ്ഞത് മാത്രമേ ആയുഷ്കാലത്തിൽ നിന്ന് അവശേഷിക്കുന്നുള്ളൂ. ആയുഷ്കാലത്തിൽ നിന്ന് ഭൂരിഭാഗവും കഴിഞ്ഞുപോയി, ഇനി കുറഞ്ഞ ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ സമയം താഴത്തിനും ഇൽമിൻ്റെ ഖിദ്മത്തിനും അങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത്, മുഴുവൻ സമയവും. കാരണം ഇൽമല്ലാത്ത മറ്റൊന്ന് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ഇൽമല്ലാത്ത മറ്റൊന്ന് അഷ്റഫായിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ സബഖത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഷാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, ആ 7 വിഭാഗത്തിൽ ഒരാൾ ഷാബുൻ, ഒരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. നശഅ, ആ ചെറുപ്പക്കാരൻ വളർന്നു വന്നിരിക്കുന്നു. ഫീ ഇബാദത്തി റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ ആരാധനയിലായി, ആ താഴ്ത്തിലായി വളർന്നു വന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഷാബ്, അവൻ, ആ ഷാബ് സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അള്ളാഹു അർശിൻ്റെ നേരിട്ട് കൊടുക്കുന്ന 7 വിഭാഗത്തിലൊരു വിഭാഗമാണ്. ഇത് വ്യാഖ്യാനിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയും, ഇത് മുതഅല്ലിമീങ്ങളല്ലാതെ മറ്റാരാണ്? ഈ വിഭാഗം മുതഅല്ലിമീങ്ങളല്ലാതെ മറ്റാരാണ്? ആരുമില്ല. ഈ വിഭാഗം മുതഅല്ലിമീങ്ങൾ മാത്രമാണ്. ചെറുപ്പകാലം മുതൽ അള്ളാഹുവിൻ്റെ ആ ഇൽമിലായിക്കൊണ്ട് അവർ വളരുന്നു. ചെറുപ്പകാലം മുതൽ വളരുന്നു. മദ്രസാ പഠനം കഴിഞ്ഞാൽ പിന്നീട് ദർസിൽ വന്നു ചേരുകയാണ്. ആ ദർസിൽ നിന്ന് വരുന്നു. ആ ദർസിലുള്ള ആ മുതഅല്ലിമീങ്ങളെ പ്രത്യേക വേഷവും പ്രത്യേക വിധാനവും പ്രത്യേക ആ പരിശീലനവും നൽകി അവരെ സംരക്ഷിച്ചുകൊണ്ട് വളർത്തുക. അതാണ് നമ്മുടെ വന്യരായ ഗുരു, വന്യരായ ഉസ്താദ് റഈസുൽ മുദർരിസീൻ ഫരീദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ. അവരുടെ ജീവിതം കറാമത്തിൻ്റെ ജീവിതമാണ്. കറാമത്തിൻ്റെ ജീവിതം, ഇത് വലിയൊരു കറാമത്താ. കാരണം ഈ മുതഅല്ലിമീങ്ങളെ ഈ കാലത്ത് ഈ പ്രത്യേക വേഷവിധാനത്തോടുകൂടി, ഈ പ്രത്യേക ഈ സംസ്കരണത്തോടുകൂടി അവരെ വളർത്തിക്കൊണ്ട് വരിക, ഈ സമൂഹത്തിന് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കറാമത്താണ്. ഇതിനേക്കാൾ വലിയ കറാമത്തില്ല. അപ്പോൾ
ബഹുമാനപ്പെട്ടവർ ശരിയായ മുസക്കിയാണ്. വയുസക്കീഹിം എന്ന് പറയുന്ന ആ തസ്കിയത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ടവർ. തൻ്റെ ശിഷ്യന്മാരിൽ ആ തസ്കിയത്ത് വളർത്തിക്കൊണ്ട് വന്ന് ഈ ഉമ്മത്തിന് അങ്ങനെയുള്ള സമൂഹത്തെ ഇവിടെ കാഴ്ചവെക്കുകയാണ് ചെയ്തത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ അമൽ വേറെ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് അവരെ അനുസ്മരിക്കാനും അവരെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തെ കാണണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഇത്തഖാഇല്ലാഹി മിനന്നാർ, അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തെ കാണണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ, മുതഅല്ലിമീങ്ങളിലേക്ക് നോക്കണം. മുതഅല്ലിമീങ്ങൾ സ്വർഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരാണ്. യംശി ഫിൽ അർളി വൽ അർളു തസ്തഗ്ഫിറു ലഹു, ആ മുതഅല്ലിം ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, നടന്നു പോവുക. വൽ അർളു ഭൂമി തസ്തഗ്ഫിറു ലഹു, ആ മുതഅല്ലിമിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുക. ആ മുതഅല്ലിം യുംസി വയുസ്ബിഹു, നേരം പുലരുന്നതും വൈകുന്നേരമാകുന്നതും മഗ്ഫൂറ, പൊറുക്കപ്പെട്ട നിലയിൽ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിലയിൽ. ഈ ഹദീസുകളൊക്കെ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തങ്ങൾ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന ഖുർആൻ വാക്യത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചതാണ്. ധാരാളം ഹദീസുകൾ ബഹുമാനപ്പെട്ടവരുടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾ ആ തഫ്സീർ നോക്കണം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന ഖുർആൻ വാക്യത്തിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കണം എന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുതഅല്ലിമീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മയൊക്കെ പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം ഇതിവിടെ അവസാനിപ്പിക്കുക. ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാരുടെ ജീവിതം ഒരു കറാമത്തിൻ്റെ ജീവിത, അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇനി വരുന്ന എൻ്റെ ശേഷമുള്ള ധാരാളം പ്രാസംഗികന്മാരുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അൽ മർഉ മഅ മൻ അഹബ്ബ, അൽ മർഉ മഅ മൻ അഹബ്ബ. റസൂലുള്ളാഹിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു, ഒരു ഗ്രാമീണൻ. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, മത്തസ്സഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളെ എപ്പോഴാ നബിയേ? റസൂലുള്ള ചോദിച്ചു, മാ അഅദത്തലഹ, ഖിയാമത്ത് നാളെ എപ്പോഴാണെന്ന് അന്വേഷിച്ചു കൊണ്ടുവരാൻ അന്നത്തേക്ക് നീ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് സഹീഹ് മുസ്ലിം, അതിൻ്റെ അൽ മർഉ മഅ മൻ അഹബ്ബ എന്നൊരു അധ്യായമുണ്ട് സഹീഹ് മുസ്ലിമിൽ. അവിടെ ആദ്യമായി കൊടുത്തൊരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി കരീം ചോദിച്ചു, മാ അഅദത്തലഹ, നീ സ്വർഗം ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അന്വേഷിച്ചു കൊണ്ടുവരാൻ അതിനുവേണ്ടി നീ എന്താ ഒരുക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് സാലിഹായ അമലൊന്നും തോന്നല്ല, സുന്നത്തായ അമലുകളൊന്നുമില്ല, സുന്നത്തായ നോമ്പുകൾ കൂടുതലില്ല, സുന്നത്തായ നിസ്കാരം കൂടുതലില്ല, ഒന്നും എനിക്ക് കൂടുതലില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മഹബത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, സ്നേഹം. ഈ മഹബത്ത് ഞാൻ അള്ളാഹുവിനോടും റസൂലുള്ളയോടുമുള്ള മഹബത്ത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, അന്ത മഅ മൻ അഹബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്, നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ഈ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, മാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫർഹും ബിഹാ. റസൂലുള്ള പറഞ്ഞല്ലോ, അന്ത മഅ മൻ അഹബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണെന്ന്. ഈ വാചകം കൊണ്ട് മുസ്ലിമീങ്ങൾ സന്തോഷിക്കുന്നത് പോലെയുള്ള ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്കർ വഉമർ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നു, റസൂലുള്ളാഹിയെ പ്രിയം വെക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രിയം വെക്കുന്നു. ഇതെല്ലാം ഞാൻ പ്രിയം വെക്കുന്നത് അർജു അൻ നകൂന മഅഹും, അവരോടൊപ്പമാകണം. ആ പരലോക ജീവിതത്തിൽ എൻ്റെ ജീവിതം അവരോടൊപ്പമാകണം. അവരോടൊപ്പമുള്ള കൂട്ടുജീവിതം അതായിരിക്കണം എനിക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെയൊക്കെ സ്നേഹിക്കുന്നത് എന്ന്
ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ ഹദീസ് അവസാനമായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഒന്നിരായ ഫരീദ് മുസ്ലിയാരെ പോലെയുള്ള അവരുടെ ഉസ്താദ് ഒക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നുപോയാൽ വലിയ ഉസ്താദുൽ അസാത്തീദാണ്. അവരുള്ള ശരിയായ കൂടിക്കാഴ്ച, ശരിയായ മുത്താബഅത്ത് എല്ലാ മേഖലയിലും ഇവിടെ കാണിച്ചു തന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ. ഒക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഉസ്താദുൽ അസാത്തീദാണ്. അവരുടെ കുടുംബത്തിൽ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഒക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന പേരിൽ വേറെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ. അദ്ദേഹം സാഹിബുൽ ഹാൽ, വലിയ ഹാലുകൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകി അങ്ങനെ നടന്നിരുന്ന ഒരാളാണ്. അവർ വലിയ ഒരു പണ്ഡിതനും സൂഫിവര്യനും ഒക്കെയായിരുന്നു. ഖൽബിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നുമില്ല. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ജഹരി മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഈ ഖുർആൻ വാക്യം സൂറത്തുൽ അഅറാഫിൻ്റെ അവസാന ഭാഗത്തുള്ളൊരായത്ത്, അവസാനത്തെ ആയത്തിൻ്റെ നേരെ മീതെയുള്ള ആയത്ത്. നിൻ്റെ റബ്ബിനെ നീ സ്മരിക്കണം. നിൻ്റെ കൽബിൽ അള്ളാഹു ഉണ്ടാകണം എല്ലാ സന്ദർഭത്തിലും. അള്ളാഹു അല്ലാത്ത മറ്റൊന്നും നിൻ്റെ കൽബിലേക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ളൊരവസ്ഥ നിൻ്റെ കൽബിൽ ഉണ്ടാകണം. വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിൻ്റെ കൽബിൽ നീ അള്ളാഹുവിനെ സ്മരിക്കണം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ, വിനയത്തോടുകൂടി, വഖീഫതൻ, ഭയത്തോടുകൂടിയും, ദൂനൽ ജഹരി മിനൽ ഖൗൽ, നാവ് കൊണ്ട് അങ്ങനെ അത്യുച്ചത്തിൽ പറയൊന്നും വേണ്ട, നാവ് കൊണ്ട് പറയണ്ട, കൽബ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണ, കൽബ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. ബിൽ ഗുദവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരിൽ പെടരുത്. അപ്പം സദാ അള്ളാഹുവിൻ്റെ ദിക്റിലാവണം നമ്മുടെ കൽബ്. ആ കൽബിനെ അള്ളാഹുവിലേക്ക് തിരിക്കണം. അതാണ് ഈ വിജ്ഞാനം കൊണ്ടുണ്ടായിത്തീരുന്നത്. അതാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ഖുർആൻ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കൽബിൽ നിന്ന് അള്ളാഹു അല്ലാത്തതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് കൽബ് അള്ളാഹുവിൻ്റെ ദിക്റിൽ അങ്ങനെ നീങ്ങട്ടെ, അള്ളാഹുവിലേക്ക് അങ്ങനെ നീങ്ങട്ടെ, കൽബ് അള്ളാഹുവിലേക്ക് അങ്ങനെ നീങ്ങട്ടെ, കൽബ് അള്ളാഹുവിലേക്ക് അങ്ങനെ സഞ്ചരിക്കട്ടെ. കൽബിൻ്റെ സഞ്ചാരം അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം, അള്ളാഹുവിൻ്റെ ദിക്റിലായിക്കൊണ്ട് കൽബ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കണം. അതാണ് തഅലീം കൊണ്ട് ഇവിടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തസ്കിയത്തുണ്ടാവണം. ആ തസ്കിയത്ത് വിജ്ഞാനത്തിൻ്റെ ഒരു മഹത്വമാണ്. അള്ളാഹു അതിൻ്റെ അഹിലുകാരാക്കി നമ്മയൊക്കെ വളർത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഫരീദ് മുസ്ലിയാരോടൊപ്പം നമ്മുടെ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് തുഫ ഓതിത്തരുമ്പോൾ ജാമിയയിൽ എന്ന് പറയാ, എൻ്റെ കൽബിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ചിന്തയില്ല. അതുകൊണ്ട് ഞാനൊരു വലിയൊന്നുമല്ല കേട്ടോ, ഞാനൊരു വലിയൊന്നുമല്ല, എൻ്റെ കൽബിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ചിന്തയില്ല എന്ന് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് എപ്പോഴും ഞങ്ങളോട് പറഞ്ഞിരുന്നു. അള്ളാഹുവിലേക്ക് നമ്മെ നയിച്ചിരുന്നു. അതുപോലെ ശംസുൽ ഉലമാ ബഹുമാനപ്പെട്ടവർ വലിയ കറാമത്തിൻ്റെ ഒരു ആളായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ട് 2-3 പേരിങ്ങനെ നടന്നു വരുമ്പോൾ അതിൽ നിന്ന് ഒരാളെങ്കിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടുന്ന് പോകണം, ഇപ്പോൾ ഇവിടുന്ന് പോകണം, നിൻ്റെ കൽബിൽ ഈമാനില്ല. ആ വ്യക്തിയോട് പറയാം, ഇപ്പോൾ ഇവിടുന്ന് പോകണം. എന്താ സംഭവം? ഒരാഴ്ച കഴിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ജാമ്യയുടെ മുമ്പിൽ വന്ന് ജീപ്പിൻ്റെ മുകളിൽ കയറി സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ശംസുൽ ഉലമ അദ്ദേഹത്തെ നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ കൽബിൽ അവനോട് പറഞ്ഞു, നിൻ്റെ കൽബിൽ ഈമാനില്ല, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം. എന്താണ് കാഴ്ച? അതാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും. അവരാണ് നമ്മുടെ ഉസ്താദുമാർ, അവരാണ് നമ്മെ നിയന്ത്രിച്ചിരിക്കുന്നവർ. നമ്മളെ നിയന്ത്രിക്കുന്നു, ഇപ്പോഴും അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ അൽ അർവാഹുൽ മുഖദ്ദസ ഇദാ തജറദത് അനിൽ അലായിക്കിൽ ബശരിയ,
ഇത്തസ്വലത്ത് ബിൽ മലഇൽ അഅ്ലാ തറൽ കുല്ല ലം യബ്ക ലഹാ ഹിജാബുൻ എന്ന പരിശുദ്ധാത്മാക്കൾ, നമ്മുടെ ഗുരുവര്യന്മാരായ പരിശുദ്ധാത്മാക്കൾ, നമ്മുടെ ഫരീദ് മുസ്ലിയാരടക്കം, അത് വലിയ കറാമത്തിൻ്റെ അഹിലുകാരനാണ് നമ്മൾ പറഞ്ഞില്ലേ. കാരണം ഈ കാഴ്ച റളിയല്ലാഹുവിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഭരണം, ഈ രൂപത്തിലുള്ള ഈ ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ അത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ വലിയ കറാമത്താണത് എന്ന വന്യരായ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ നമ്മെ അഭിമുഖീകരിക്കാൻ ഇവിടെത്തി. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും തൗഫീക്കും അള്ളാഹു നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ അർവാഹ് മുഖദ്ദസ, പരിശുദ്ധാത്മാക്കൾ കൽബിൽ നിന്ന് അള്ളാഹു അല്ലാത്തതിനെ മുഴുവൻ ഒഴിവാക്കി കുലില്ല, കൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം മാത്രമാണ്. കൽബ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, കൽബ് കൊണ്ട് മറ്റൊന്നില്ല. ആ ലൈസ ലഹു തഅല്ലുഖുൻ ലിമാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തതിനോട് ആ കൽബിന് ബന്ധമില്ല. ആ പരിശുദ്ധാത്മാക്കൾ ഇദാ തജറദത് അനിൽ അലായിക്കിൽ ബശരിയ, ഈ മാനുഷിക ബന്ധം അവരങ്ങ് വേർപ്പെടുത്തിയാൽ, ഈ ശാരീരിക ബന്ധം അവരങ്ങ് വേർപ്പെടുത്തിയാൽ, ശാരീരിക ബന്ധം വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മരണ, ശാരീരിക ബന്ധം അങ്ങ് വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തസലത്ത് ബിൽ മലഇൽ അഅ്ലാ, ആ പരിശുദ്ധാത്മാക്കൾ അവർ മലഇൽ അഅ്ലാ ഉപരിലോകവുമായി ബന്ധപ്പെടുക, മലക്കുകളോട് ചേരുകയാണ്. തെറൽ കുല്ല, എല്ലാം അവർക്ക് കാണാം. ലം യബ്ക ലഹാ ഹിജാബുൻ, ആ പരിശുദ്ധാത്മാക്കൾക്ക് മറയില്ല. അതാണ് ശംസുൽ ഉലമയുടെ ആ പ്രവൃത്തികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പ്രവൃത്തികളിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ വന്ധ്യരായ ഫരീദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുഹു തങ്ങളുടെ ആ 17ാമത്തെ ആണ്ടാണല്ലോ ഇത്. ഇപ്പോഴും അദ്ദേഹം ആ വിദ്യാർത്ഥികളിലുണ്ടാക്കിയ തസ്കിയത്ത്, ഷിയാറ്, വേഷവിധാനം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോഴും അത് നിലനിൽക്കുന്നു. തലമുറ അതിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാരഥന്മാരൊന്നിച്ച് ആ ജന്നാത്തുൻ നഈമിൽ വളരെ സന്തോഷത്തോടുകൂടി അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ, അവരോടുള്ള ഈ മഹബത്ത് കൊണ്ട് ആ സ്വർഗീയാരാമത്തിൽ അവരോടൊപ്പമുള്ള കൂട്ടുജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, സഹപാഠികൾ എല്ലാവരുടെയും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തയ്യിബയാക്കണേ റബ്ബേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.